Good morning, students. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലൈഫ് സ്കിൽസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ബിടെക്കിലെ ഒരു പേപ്പറുണ്ട്. ഇത് ഇൻറ്റേർണൽ മാർക്കാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ബിടെക്ക് കഴിയുമ്പോഴേക്കും നമ്മുടെ കുറേ ഗോൾസ് അച്ചീവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ഗ്രാമർ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റ് നമ്മുടെ ബിടെക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചെങ്കിൽ, കുറേ പേര് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിച്ചു വന്നതായിരിക്കും, കുറച്ച് പേര് മലയാളം മീഡിയം സ്കൂളുകളിലൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അവർക്ക് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ ഒരു ബേസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും ദെൻ ഉള്ളവർക്ക് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യാം, നമ്മളെ ഗോൾസിൽ നമ്മൾക്ക് ഇനി എന്തൊക്കെയാണ് സെറ്റ് ചെയ്യാനുള്ളത്, അതല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് സ്ട്രെങ്ത് ഉള്ളത്, നമ്മുടെ വീക്ക്നെസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രാമറാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ ഡെയിലി യൂസിൽ എങ്ങനെയാണ് കുറച്ച് സെൻറ്റൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുൻപ് നമുക്കറിയാം ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുക? അയ്യോ ദേവി, അയ്യോ ദേവി. അപ്പോൾ ഐ, യു, ദേവി. ഓക്കെ, ഇതെല്ലാം പ്ലൂരലാണ്. ഹീ, ഷീ, ഇറ്റ്. ഹീ, ഷീ, ഇറ്റ് എന്നുള്ളത് എന്താണ്? സിംഗുലറാണ്. ഹീ, ഷീ, ഇറ്റ് സിംഗുലർ. അപ്പം എന്താണ് സിംഗുലർ, എന്താണ് പ്ലൂരൽ? സിംഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എന്താണ്? സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രമുള്ളതിനെയാണ് നമ്മൾ സിംഗുലർ എന്ന് പറയുന്നത്. ഇപ്പം അവൻ, അവൾ, ഹീ, ഷീ, അവനും അവളൊക്കെ ഒരെണ്ണമാണ്, അല്ലേ? ദെൻ പ്ലൂരൽ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലൂരൽ എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം രണ്ടോ അതിൽ കൂടുതലോ ഉള്ളത്, ഒന്നിൽ കൂടുതലുള്ളതിനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് പറയും? പ്ലൂരൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു, നീ, നിങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് പേരുണ്ടാവും. ദേ എന്ന് പറയുമ്പോൾ അവർ, വി, ഞങ്ങൾ, ഇതിലെല്ലാം കുറച്ച് പേരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്. അപ്പോൾ എന്താണ് സിംഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഒരെണ്ണം മാത്രമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗുലർ. ഇപ്പോൾ ഒരു ബുക്ക്, അതിനെയാണ് നമ്മൾ ബുക്ക് എന്ന് പറയുന്നത്. കുറേ ബുക്കുകളുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ബുക്സ്. അപ്പോൾ അതെന്തായി? പ്ലൂരലായി. ബോയ് എന്ന് പറഞ്ഞാൽ ഒരാൺകുട്ടി, അപ്പോൾ അതെന്താണ്? സിംഗുലറാണ്. ബോയ്സ് എന്ന് പറയുമ്പോൾ എന്തായി? അത് പ്ലൂരലായി. ഓക്കെ, അതേപോലെ നമ്മൾ യു, ദേ, വി ഇതെല്ലാം പ്ലൂരലാണ്. ഹീ, ഷീ, ഇറ്റ് സിംഗുലറാണ്. ഓക്കെ, ഇനി ഐൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഐ നമുക്ക് പറയാം. അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഐനെ വീണ്ടും കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ അറിയാം, നമുക്കൊരു കാര്യം പറയുന്നത് നമ്മൾ പ്രസൻറ്റിൽ പറയും, പാസ്റ്റിൽ പറയും, ഫ്യൂച്ചറിൽ പറയും. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ പ്രസൻറ്റിൽ പറയുന്നത്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പാസ്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഫ്യൂച്ചറിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രസൻറ്റിലും പാസ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ നമ്മുടെ സിംഗുലറിൻ്റെയും പ്ലൂറലിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെബ്സ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. പ്രസൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആം, ഈസ്, ആറാണ്. ആം, ഈസ്, ആറ്. ദെൻ പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് വാസ്, വേറ്. അപ്പോൾ അതൊന്ന് ഓർക്കുക, വാസും വേറുമാണ് പാസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഐൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യുന്നത്? ഐ ആം. നമ്മുടെ പേര് പറയുമ്പോൾ ഐ ആം സുനിത, ഐ ആം ഉമൈവ അങ്ങനെ പറയും, അല്ലേ? ദെൻ ഈസ് എന്ന് പറയുമ്പോൾ അത് ഏതിൻ്റെ കൂടെയാണ്? സിംഗുലറിൻ്റെ കൂടെയാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നത്. ഈസ് യൂസ് ചെയ്യുന്നത് ഏതിൻ്റെ കൂടെയാണ്? സിംഗുലറിൻ്റെ കൂടെ.
കൂടെ. ആർ യൂസ് ചെയ്യുന്നത് ഏതിൻ്റെ കൂടെയാണ്? പ്ലൂരലിൻ്റെ കൂടെ. അപ്പോൾ പ്ലൂരൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? യു, ദേ, വി. യു, ദേ, വിയുടെ ഒക്കെ കൂടെ എന്താ പറയുക? ആർ എന്നാണ് പറയുക. ഇസോ, ഹി ഈസ്, ഷീ ഈസ് എന്നാണ് പറയുക. ഓക്കെ, ഐൻ്റെ കൂടെ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആം യൂസ് ചെയ്യുക. ഐ ആം. ഓക്കെ, ദെൻ അത് തന്നെ പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ നമ്മൾ വാസും വേറുമാണ് യൂസ് ചെയ്യുന്നത്. വാസ് എന്ന് പറയുമ്പോൾ സിംഗുലർ, വാസ് സിംഗുലറും വേറ് പ്ലൂരലുമാണ്. അപ്പോൾ വാസ് സിംഗുലർ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ് എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് ഏത്? വാസ്. ഇസിൻ്റെ പാസ്റ്റാണ് വാസ്, ആറിൻ്റെ പാസ്റ്റാണ് വേറ്. ദെൻ ഫ്യൂച്ചർ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഇത് കൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡു, ഡസ്, ഡിഡ്. ഡു, ഡസ്, ഡിഡ്. ഓക്കെ, ഡു, ഡസ്, ഡിഡിലെ ഡു എന്ന് പറയുമ്പോൾ നമ്മൾ അത് പ്ലൂരലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്ലൂരലിൻ്റെ കൂടെയാണ് ഡു യൂസ് ചെയ്യുന്നത്. ഡസ് എന്ന് പറയുമ്പോൾ അത് ഏതിൻ്റെ കൂടെ യൂസ് ചെയ്യും? സിംഗുലറിൻ്റെ കൂടെ. അപ്പോൾ സിംഗുലർ ഏതൊക്കെയാണ്? ഹീ, ഷീ, ഇറ്റ്. ഇതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡസ്സാണ്. ഓക്കെ, ദെൻ ഡു എന്ന് പറയുന്നത് പ്ലൂരലിൻ്റെ കൂടെ. പ്ലൂരലിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ യു, ദേ, വി. യു, ദേ, വി. ഓക്കെ, ഇനി നമുക്ക് ഈ ഡു പറയുന്നതിൻ്റെ കൂടെ നമ്മുടെ ഐനെ കൊണ്ടുവരാം. എന്താണ് ഐ? ഐ ആം സുനിത, അല്ലെങ്കിൽ ഐ ആം രാഹുൽ. ഐ ആം രാഹുൽ എന്ന് പറയും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഡു ആണ് ഐൻ്റെ കൂടെ യൂസ് ചെയ്യുക. ഡസ് എന്ന് പറയുന്ന സിംഗുലർ, ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് സിംഗുലറാണ്. അപ്പോൾ സിംഗുലറിൻ്റെ കൂടെ ഡസ്സാണ്, പക്ഷേ നമ്മൾ ഐൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഡു ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാനുള്ളൊരു കാര്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ പേര് പറയുമ്പോൾ ഐ ആം എന്ന് വെച്ചിട്ടാണ് ഐ ആം സുനിത, ഐ ആം രാഹുൽ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം അറിയില്ല എന്ന് നമ്മൾ എങ്ങനെ പറയുന്നത്? എനിക്കറിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ഡോണ്ട് നോ. എന്താ പറയുന്നത്? ഐ ഡോണ്ട് നോ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? എനിക്കറിയില്ല. അവിടെ നമ്മൾ ഐ ഡസിൻറ്റ് നോ എന്നല്ല പറയുന്നത്, ഐ ഡോണ്ട് നോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഐയുടെ കൂടെ യൂസ് ചെയ്യുന്നത് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ ഡു, ഡസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ്. ഡു, ഡസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഏത്? ഡിഡ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? അപ്പോൾ ഡൂം ഡസും എന്താണ്? പ്രസൻറ്റ് ടെൻസിൽ പറയുന്നതാണ്. അതിനെ പാസ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിഡ്. ദെൻ ഐൻ്റെ കൂടെ ഏത് മാത്രമേ വരുള്ളൂ? ഡു. അപ്പോൾ ഞാൻ എന്ന് വരുമ്പോൾ ഡു ആണ് ചേർക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല, ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഐ ഡോണ്ട് നോ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ 3 വേർഡ്സാണ് ഹാസ്, ഹാവ്, ഹാഡ്. ഹാസ്, ഹാവ്, ഹാഡ്. ഹാസും ഹാവും പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. ഹാസും ഹാവും പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഹാഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലാണ്. ഹാസിൻ്റെയും ഹാവിൻ്റെയും പാസ്റ്റ് ടെൻസാണ് ഹാഡ്. അപ്പോൾ ഹാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഹാസ് എന്ന് പറയുന്നത് സിംഗുലറാണ്. ഹാവ് എന്ന് പറയുന്നത് പ്ലൂരലാണ്. ഹാവ് എന്ന് പറയുന്നത് പ്ലൂരലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പാസ്റ്റ് ടെൻസാണ് ഏത്? ഹാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഹാസ് വരുന്നത് ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെ ആയിരിക്കും. ഹാവ് എന്ന് പറയുന്നത് ഐ, യു, ദേ, വിയുടെ കൂടെയും ഹാവ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഐ എന്താണ് ശരിക്കും? ഐ പ്ലൂരലാണ്. ഐ എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് സിംഗുലർ ആണെങ്കിൽ പോലും നമ്മൾ ഐൻ്റെ കൂടെ പ്ലൂരലായ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഐ ഹാവ്. ഓക്കെ, ദെൻ ഐ ഡു, ഐ ഡോണ്ട് നോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുകൂടാതെ ഒരു 2 കാര്യങ്ങളും കൂടി ഓർത്ത് വയ്ക്കുക. നമ്മൾ ആം, ഈസ്, ആർ പറഞ്ഞു. ആം, ഈസ്, ആർ, വാസ്, വേറ്. ഇതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ING ചേർത്തിട്ടാണ് എഴുതുക. ഏതിൻ്റെയൊക്കെ കൂടെ? ആം, ഈസ്, ആർ. ഇത് പ്രസൻറ്റ് ടെൻസിലുള്ള ആം, ഈസ്, ആറും അതിൻ്റെ പാസ്റ്റായ വാസ്, വേറ്. വാസ്, വേറ് പറയുന്ന സമയത്ത് നമ്മൾ ഒരു വെർബിൻ്റെ കൂടെയാണ് ഇത് ചേർക്കുന്നതെങ്കിൽ ആ വെർബിൻ്റെ കൂടെ നമ്മൾ വെർബ് പ്ലസ് ING ചേർക്കണം. ഐ ആം റീഡിങ്, അല്ലാതെ ഐ ആം റീഡ് എന്നല്ല, ഐ ആം റീഡിങ് എന്നാണ് പറയുക. ഐ ആം വാക്കിംഗ്, ഹീ ഈസ് റണ്ണിങ്. ഹീ ഈസ് വന്നാൽ അതിൻ്റെ കൂടെ എന്ത് ചേർക്കും? റണ്ണിങ്, ING. ഓക്കെ, അപ്പോൾ ഇത്രയും
ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒരു 10-12 ക്വസ്റ്റ്യൻസ് തരാം. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുക. നമുക്ക് ആൻസർ പറയാൻ, ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആൻസർ പറയാൻ എളുപ്പമാണ് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ബുക്ക് റീഡ് ചെയ്യാൻ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ബുക്ക് റീഡ് ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഐ ലൈക്ക് റീഡിങ് എന്ന് നിങ്ങൾ എന്ത് പറയും? ആൻസർ പറയും. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ നമുക്ക് പറയാം. അതിന് മുൻപ് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഉണ്ടാക്കാൻ നോക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുക. അത് ഈ ബേസിക് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് മേക്ക് ചെയ്യുക. അത് വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുക. അതിന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ മേക്ക് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് പറയണം. അപ്പോഴാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് കുറച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചതിന് ശേഷം അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ചെയ്യാൻ പറ്റുന്നോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യുക. തെറ്റിക്കോട്ടെ. തെറ്റിൽ നിന്നാണ് നമ്മൾ ശരിയാക്കി പഠിക്കുന്നത്. അതല്ലാണ്ട് നമ്മൾ ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് അത് മാത്രം എഴുതി വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഏകദേശം അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും, നമ്മൾ എന്താണ് എഴുതുന്നത്. അപ്പോൾ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലുള്ള കാര്യം അവിടെ എഴുതി വയ്ക്കുക. then അതിനുശേഷം ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ള വീഡിയോസ് ഇടാം. അപ്പോൾ അതിന് ശേഷം അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ടിൽ തിരിച്ച് കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ കറക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഏത് കളർ പെന്നാണോ ആ പെന്ന് അവിടെ വെച്ചിട്ട് വേറൊരു കളർ, അതായത് റെഡിങ്ങോ ബ്ലൂ കൊണ്ടാണ് എഴുതുന്നതെങ്കിൽ ബ്ലൂ പിന്നെ യൂസ് ചെയ്യേണ്ട, റെഡോ ഗ്രീനോ ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ ഏതാണോ നമുക്ക് മിസ്റ്റേക്ക് വന്നത് അതല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് തെറ്റിയത് അതിനെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഡെയിലി നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു നോക്കുക. ഇപ്പോൾ ചോദിച്ചു നോക്കുക. അപ്പം നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നീട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കോൺഫിഡൻസ് വരിക. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ നോട്ടിൽ കറക്റ്റായിട്ട് നിങ്ങളിതിൻ്റെ ആൻസർ നിങ്ങളുടെ മൈൻഡിൽ എന്ത് തോന്നുന്നോ ആ ആൻസർ നിങ്ങൾ എഴുതിയിരിക്കണം. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അത് നിങ്ങൾ എഴുതണം. അതിനുശേഷം ഇതിൻ്റെ ആൻസർ പറഞ്ഞു തരാം. ആൻസർ അതല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങളത് നിങ്ങളുടെ നോട്ടിൽ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 21 ഡേയ്സ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമ്മൾക്ക് അതിന് ഗുഡായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ആ ട്രാക്കിലേക്ക് കയറും എന്നാണ് പറയുന്നത്. അപ്പോൾ മലയാളം മീഡിയം പഠിച്ചു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിവില്ല, അതൊന്നും നമ്മുടെ ഒരു പ്രശ്നത്തിനും അതല്ലെങ്കിൽ നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനോ ഒന്നും ഒരു തടസ്സമല്ല. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നമ്മുടെ മൈൻഡ് മാത്രം സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നല്ല മനസ്സോടു കൂടി ചെയ്താൽ നമുക്കതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, സോ ടോക്ക് സ്മാർട്ട്ലി, തിങ്ക് ഫാസ്റ്റ്ലി. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതല്ല നിങ്ങളുടെ അനുജനോ അനുജത്തിമാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ടോ അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.